മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ത്രിപുര എന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് അഗർത്തല. ഇവിടെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ത്രിപുര സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇവിടേക്കുള്ള യാത്രയിൽ ആദ്യം പാലക്കാട് നിന്ന് ചെന്നൈ വരെ ട്രെയിനിലും, അവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് ഫ്ലൈറ്റിലും, കൽക്കട്ടയിൽ നിന്ന് അഗർത്തലയിലേക്ക് ഫ്ലൈറ്റിലുമാണ്. ഇങ്ങനെയാണ് യാത്ര ചെയ്ത് വന്നത്. ഇങ്ങനെ വന്നതിൻ്റെ കാരണം ഒരു പെട്ടെന്ന് എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ വന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഗുവാഹട്ടിക്ക് ട്രെയിനുണ്ട്. ഗുവാഹട്ടിയിൽ വന്ന് ഗുവാഹട്ടിയിൽ നിന്ന് അഗർത്തലയ്ക്ക് ട്രെയിനിൽ വരാം. ഈ രണ്ട് വഴിക്കും നമുക്ക് ഇവിടെ എത്താം. ഇല്ലെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ട്രെയിനുണ്ട്, അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി ഇവിടെ എത്താവുന്ന സാഹചര്യം യാത്ര അങ്ങനെ ആവാം. അപ്പോൾ ഈ യാത്രയിൽ പ്രധാനമായിട്ട് ഉദ്ദേശം ഒരു കോളേജിലെ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കണ്ട രണ്ട് വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു 5 മണിയായപ്പോൾ ഇവിടെ ഏകദേശം നേരം വെളുക്ക് നല്ല വെളിച്ചം വീശിയിട്ടുണ്ടായിരുന്നു. 5 മണി, അത് ഒരു 5:15 ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വെളിച്ചം വന്നു. അത് വളരെ നന്നായിട്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാവുന്ന രീതിയിൽ തന്നെ വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോറിക്ഷകളിൽ മുഴുവൻ ഏകദേശം ഒരു 90% ഓട്ടോറിക്ഷകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും പിന്നെ അതേപോലെ തന്നെ ഈ സൈക്കിള് ചവിട്ടിയിട്ട് പോകുന്ന വണ്ടികളുണ്ടല്ലോ, എന്താതിന് പറയുക, റിക്ഷാവാല, അതും ഏകദേശം ഇലക്ട്രിക്കൽ മോട്ടറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പുതിയ രീതിയിൽ ഇലക്ട്രിക്കൽ റിക്ഷകളാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതാ ഓട്ടോറിക്ഷ വരുന്നുണ്ടോ, ഈ ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളും ഇലക്ട്രിക്കലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മളുടെ കേരളത്തിലും ഇതേപോലെ ഒരു ഓട്ടോറിക്ഷ വിപ്ലവം നടത്തേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്കും അനുകരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഷെയർ ഓട്ടോ എന്നുള്ളൊരു ഘടകമാണ്. ആ ഷെയർ ഓട്ടോ എന്നുള്ളത് നല്ലൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സാധാരണക്കാരന് യാത്ര ചെയ്യാൻ വളരെ എളുപ്പവും സാമ്പത്തിക ചിലവ് അധികം ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഷെയർ ഓട്ടോ എന്ന് പറയുന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഒരു നല്ല അനുഭവങ്ങൾ കിട്ടി എന്തായാലും. ഓക്കെ.